നമസ്കാരം. കേരളത്തിൽ വേനൽ ചൂടും തെരഞ്ഞെടുപ്പ് ചൂടും കടുക്കുന്നതിനൊപ്പം തന്നെ മൂന്ന് മുന്നണികളും അവരുടെ പ്രചാരണ വേലകൾ ശക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ കൗതുകത്തോടുകൂടി ചൂണ്ടിക്കാട്ടുന്നൊരു വസ്തുത കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തന്നെ നിലനിൽക്കുന്നു ഈ തിരഞ്ഞെടുപ്പ് കാലത്ത്. ആ വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LDF UDF മുന്നണികൾക്ക് ഒരേപോലെ കേരളത്തിൽ പരക്കെ തന്നെ ഒരു BJP പേടി പിടികൂടിയിട്ടുണ്ട്. അവർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അതിൽ കുറേയൊക്കെ വസ്തുതയുണ്ട് താനും. കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പലപ്പോഴും കാണുന്നത് രാഷ്ട്രീയ കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പ്രതിരോധങ്ങളും ആരോപണങ്ങളെ പ്രതിരോധിക്കലും അതിനെ തള്ളിക്കളയലും ഒക്കെ സർവ്വസാധാരണമാണ് തെരഞ്ഞെടുപ്പ് വേളകളിൽ. പക്ഷേ ഇക്കുറി ഇരുമുന്നണികളും LDF ആകട്ടെ UDF ആകട്ടെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ട് ഇതിനെ ഒന്ന് തരംതിരിച്ചു കഴിഞ്ഞാൽ തെക്കോട്ട് LDFും വടക്കോട്ട് UDFുമാണ് ഇനി പറയുവാൻ പോകുന്ന പ്രക്രിയയുടെ ചുക്കാൻ പിടിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. പൊതുവെ ദൃശ്യമാകുന്ന ഒരു സാഹചര്യവും രാഷ്ട്രീയ സാഹചര്യവും അതുതന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്താണ് ആ സാഹചര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPയുടെ NDAയുടെ പ്രചരണം, അത് BJP ആകട്ടെ BDJS ആകട്ടെ ഇപ്പോൾ 2020 ആകട്ടെ സഖ്യകക്ഷികൾ NDA സഖ്യകക്ഷികൾ എല്ലാവരും തന്നെ അവരുടെ പ്രചരണത്തിന് പ്രധാന ആയുധമായി മുന്നോട്ട് വയ്ക്കുന്നത് വികസിത കേരളം എന്നുള്ള നയമാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വികസിത കേരളം എന്നുള്ള നയം, വികസിത ഭാരതത്തിനോടൊപ്പം തന്നെ വികസിത കേരളം എന്നുള്ള നയമാണ് അവർ പ്രധാന പ്രചരണ ആയുധമാക്കുന്നത്. NDA മുന്നണിയിലെ സഖ്യകക്ഷികളെല്ലാം തന്നെ BJP തുടങ്ങി 2020 വരെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വികസനം ഞങ്ങൾ കൊണ്ടുവരുമെന്ന് വെറുതെ പറയുകയല്ല, കൃത്യമായ മാർഗരേഖകളോടുകൂടി തന്നെ ജനങ്ങളുടെ മുമ്പിൽ ഓരോ മണ്ഡലങ്ങളിലെയും പ്രശ്നങ്ങൾ അതാത് സ്ഥാനാർത്ഥികൾ പഠിച്ച് അതിനുള്ള പരിഹാരങ്ങൾ എന്തായിരിക്കും, അതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടുവാൻ സാധിക്കും, അതിൻ്റെ പരിഹാരം സാധ്യമാണോ അതോ മറ്റെന്തെങ്കിലും മാർഗം നോക്കണമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മാർഗരേഖകൾ അവതരിപ്പിച്ചാണ് BJPയുടെയും സഖ്യകക്ഷികളുടെയും സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒന്ന് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ തന്നെയുമല്ല, ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തിലുള്ള അതൃപ്തി പരക്കെ കേരളത്തിലുടനീളം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആ അതൃപ്തിയെ മുതലെടുത്ത് ഭരണത്തിലേക്ക് വരുവാൻ സാധിക്കുമോ തങ്ങൾക്ക് എന്നുള്ളൊരു ഭയം UDFിലും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലൊരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു ആശങ്ക ഇരുമുന്നണികളിലും LDFിൻ്റെയും UDFിൻ്റെയും കാര്യമാണ് പറയുന്നത്. അവർക്കിടയിൽ നിലനിൽക്കുന്ന അവസരത്തിലാണ് NDA ശക്തമായിട്ടുള്ള വേരോടൽ ജനങ്ങളുടെ മനസ്സിലേക്ക് നടത്തുന്നത് എന്നുള്ളൊരു തോന്നൽ LDFിനും UDFിനും ഉണ്ടാകുന്നത്. ആ അവസരത്തിൽ അവർ ചെയ്യുന്നത് പലതരത്തിലുള്ള കുപ്രചരണങ്ങളിലൂടെ NDA നേരിടുവാനാണ് ഉള്ള തന്ത്രങ്ങൾ തയ്യാറാക്കുകയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അത് ശരിയാണ് എന്ന് തോന്നലിൽ നിങ്ങളുടെ മുമ്പിൽ ഈ വിശകലനം അവതരിപ്പിക്കുവാനുള്ള ഒരു 2-3 ഉദാഹരണങ്ങൾ എൻ്റെ നിരീക്ഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതിലേറ്റവും നല്ല ഉദാഹരണമായി അല്ലെങ്കിൽ ആദ്യത്തെ ഉദാഹരണം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ നേമമണ്ഡലമാണ്. നേമമണ്ഡലത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തന്നെയാണ്. അദ്ദേഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞ വികസിത കേരളം, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിൻ്റെ ആശയങ്ങളെ നേരിടുവാൻ സാധിക്കാതെ, തന്നെയുമല്ല എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ഇരുവരും, അത് V ശിവൻകുട്ടിയാവട്ടെ KS ശബരിനാഥ് ആകട്ടെ, ഇരുവരും രാജീവ് ചന്ദ്രശേഖരൻ്റെ മുൻപിൽ പലപ്പോഴും ദുർബലരായി പോകുന്നു എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കെ ഈ വികസനത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ, തന്നെയുമല്ല ഭരണത്തിൻ്റെ ഭാഗമായിരുന്ന ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ വാഗ്ദാനങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. ആ വാഗ്ദാനങ്ങളിൽ പലതും പൊള്ളയായിരുന്നു. കാരണം സംസ്ഥാനത്ത് സർക്കാർ സ്കൂളുകളിൽ പലതിൻ്റെയും നില പരിതാപകരമാണ് എന്നുള്ളൊരു സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളൊരു ബോധ്യം LDFിനുണ്ട്. KS ശബരിനാഥ് ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണെന്നുള്ള ബോധ്യം UDFിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും രാജീവ് ചന്ദ്രശേഖരനെ ജയിക്കാൻ അനുവദിക്കാതെ ശിവൻകുട്ടി ജയിച്ചാലും കുഴപ്പമില്ല എന്നുള്ള തരത്തിൽ ഒരു അന്തർധാര UDF LDFുമായി അവിടെ നിയമമണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് BJPയുടെ ഭാഗത്തു നിന്നുള്ള ആരോപണം. അതിൽ സത്യമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിലേക്ക് വരാം, അല്ലെങ്കിൽ അതൊരു നിമിഷത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. തിരിച്ച് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയഭീതിയിൽ ഇവർ ചെയ്യുന്നൊരു പ്രക്രിയ എന്ന് പറയുന്നത് അപരന്മാരെ നിർത്തുക, ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർത്തുക. രാജീവ് ചന്ദ്രശേഖരന് 200 കോടിയുടെ ഒരു സ്വത്ത് ഉണ്ട്, അത് മറച്ചു വെച്ചു. 20 കോടിയുടെ സ്വത്ത് മറച്ചു വെച്ചു. അത് 2014 മുതൽ
പലപ്പോഴായി തള്ളിപ്പോയിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ഉയർത്തി ഒരു ആശയക്കുഴപ്പം വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുവാൻ ശ്രമിക്കുക എന്നുള്ളൊരു പ്രക്രിയയാണ് നിയമമണ്ഡലത്തിൽ നടക്കുന്നത്. നേമത്ത് നിന്ന് നേരെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രീലേഖ ശക്തയായൊരു സ്ഥാനാർത്ഥിയാണെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ തന്നെ ശ്രീലേഖ അത് തെളിയിച്ചതാണ്. അവിടെ വിജയം കൈവരിച്ച് വാർഡ് കൗൺസിലറായി വട്ടിയൂർക്കാവിൽ വിജയിച്ച ശ്രീലേഖ ഇരുമുന്നണികളിലും ഉയർത്തുന്ന ആശങ്ക ചില്ലറയല്ല എന്നാണ് അവരിൽ നിന്ന് LDFിൻ്റെയും UDFിൻ്റെയും ആന്തരിക വൃത്തങ്ങളിൽ നിന്ന് നമുക്കറിയുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെയും പല തരത്തിലുള്ള അവർ അത്ര പക്വതയില്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ്, അവർക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിച്ചൊന്നും ചെയ്യുവാൻ സാധിക്കില്ല തുടങ്ങിയൊരു പ്രതിച്ഛായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിച്ഛായകൾ പലതും ശ്രീലേഖയുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനുള്ള ഒരു ശ്രമങ്ങൾ ഇരുമുന്നണികളും നടത്തുന്നുണ്ട്. കാരണം ഇരുമുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്കത് വ്യക്തമാകും. VKP എന്ന് LDFകാർ വിളിക്കുന്ന VK പ്രശാന്ത് മേയർ ബ്രോ എന്നുള്ള ഒരു പ്രതിച്ഛായയുടെ ചിറകിലേറി വട്ടിയൂർക്കാവിലെ MLA ആയ ഇപ്പോഴത്തെ നിയുക്ത MLA ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേയർ ബ്രോ എന്നുള്ള ക്രെഡിറ്റ് നമ്മുടെ കളക്ടർ ബ്രോയിൽ നിന്ന് ആ പേര് മുതൽ അടിച്ചു മാറ്റി പല കാര്യങ്ങളുടെയും ക്രെഡിറ്റ് തനിക്കില്ലാത്ത ക്രെഡിറ്റുകൾ ഏറ്റെടുത്ത് ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു ധാരണ ഇപ്പോൾ വോട്ടർമാരുടെ ഇടയിൽ പരക്കെയുണ്ട്. തന്നെയുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിന് ശേഷം ശ്രീലേഖ വിജയിച്ചതിന് ശേഷം ഓഫീസ് സംബന്ധമായിട്ടുള്ളൊരു തർക്കം ശ്രീലേഖയ്ക്കും VK പ്രശാന്തിനും ഇടയിൽ ഉടലെടുക്കുകയും VK പ്രശാന്ത് ഒരു ഇരവാദം ഇറക്കി കമ്മ്യൂണിസ്റ്റുകാരെ ഭരണം കിട്ടിയതോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം കിട്ടിയതോടുകൂടി ഒരു കമ്മ്യൂണിസ്റ്റ് MLA ദയനീയമായി പടിയിറക്കി വിടുന്നു എന്നുള്ളൊരു ഇത് സൃഷ്ടിക്കുവാനുള്ളൊരു ശ്രമം VK പ്രശാന്ത് നടക്കുകയും അത് ദയനീയമായി പരാജയപ്പെടുകയും ഒടുവിൽ നാണം കെട്ടു എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ആ ഓഫീസ് ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരികയും ആയ ഒരു സാഹചര്യം ഉരുവായി വന്നു. അത് തന്നെ ഒരു നാണം കെട്ട രീതിയിലാണ് ഓഫീസ് ഒഴിഞ്ഞു പോയെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുൻപ് ആ ഓഫീസ് സംബന്ധമായി VK പ്രശാന്ത് നടത്തിയ വീരവാദം ഇനി ഒഴിഞ്ഞു കൊടുക്കില്ല, തിരഞ്ഞെടുപ്പ് വരെ ഞാൻ ഒഴിയാൻ പോകുന്നില്ല. അപ്പോഴാണ് അതിൻ്റെ വാടക സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പുറത്തു വരുന്നത്. കാരണം തുച്ഛമായ വാടക കോർപ്പറേഷന് നൽകി, അതും LDF ഭരിച്ചിരുന്ന കോർപ്പറേഷന് നൽകി അവിടെ ആ സ്ഥലത്ത് വളരെ സുഖവാസം തന്നെ നടത്തുകയായിരുന്നു MLA, അതും കോർപ്പറേഷൻ്റെ കെട്ടിടത്തിൽ. ആ സാഹചര്യത്തിൽ തന്നെ അവിടുത്തെ ആ വാർഡിൻ്റെ മുൻപത്തെ കൗൺസിലറെ ഒരു ശൗചാലയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഒതുങ്ങുന്ന തരത്തിൽ ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസിനെ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഒടുവിൽ നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് VK പ്രശാന്ത് എത്തി. ഈ ഒരു പ്രതിച്ഛായക്കേറ്റ കളങ്കം പേറി പ്രശാന്ത് നിൽക്കുന്നു. ഇനി UDFിൻ്റെ സ്ഥാനാർത്ഥി K മുരളീധരനാണെങ്കിൽ മുരളീധരൻ വട്ടിയൂർക്കാവ് മുൻപ് വിജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടിയൂർക്കാവിലെ വോട്ടർമാരുടെ ഇടയിൽ ഇദ്ദേഹം ഒരു അപ്പൂപ്പൻ താടിയാണ് എന്നുള്ളൊരു പ്രതീതി പരക്കെ നിലനിൽക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത വടകരയിൽ പോയി നിന്ന് തോൽക്കുവാനായിട്ട് എവിടെ പോയാലും എന്തെങ്കിലും കൂടുതൽ മെച്ചം എനിക്കുണ്ടാകുമോ എന്നുള്ള തരത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റു മണ്ഡലത്തിലേക്ക് പാറിപ്പറന്ന് നടന്ന് തോൽവികളിൽ നിന്ന് തോൽവികൾ ഏറ്റുവാങ്ങി ഒരു മണ്ഡലത്തിൽ ഉറച്ചു നിൽക്കാതെ ഒരു മണ്ഡലത്തിനും വിശ്വസിക്കാൻ സാധിക്കാത്തൊരു സ്ഥാനാർത്ഥി എന്നൊരു പ്രതീതി ഇദ്ദേഹത്തെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് നിവാസികളുടെ ഇടയിലുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. UDFിലെ പ്രവർത്തകർ തന്നെ ഇത് പറയുന്നുണ്ട്. തന്നെയുമല്ല, മുരളീധരന് മറ്റൊരു പ്രശ്നവും കൂടി നേരിടേണ്ടതായിട്ടുണ്ട്. കാരണം UDFിലെ മുതിർന്ന പ്രവർത്തകർ, അതായത് ഒരു 60 വയസ്സിന് 50 വയസ്സിനും അല്ലെങ്കിൽ ഒരു 50 മുതൽ 70 വയസ്സ് വരെയുള്ള പ്രവർത്തകരോ അല്ലെങ്കിൽ വോട്ടർമാരോ UDFിൻ്റെ ഉറച്ച വോട്ടർമാരോ ആയിട്ടുള്ള ഒരു വിഭാഗത്തെ ഒന്ന് കണക്കിലെടുത്താൽ അവരെ സംബന്ധിച്ച് K മുരളീധരൻ എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സ്വന്തം അച്ഛനായ കരുണാകരനെ തള്ളിപ്പറഞ്ഞ് കരുണാകരൻ്റെ എതിരാളികളോടൊപ്പം പോയൊരു മകനാണ് എന്നുള്ളൊരു പ്രതീതി ഈ വോട്ടർമാരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് UDFിൻ്റെ വൃത്തങ്ങൾ തന്നെ പറയുന്നത്, ആന്തരിക വൃത്തങ്ങൾ തന്നെ പറയുന്നത്. ഇത്രയും പ്രശ്നങ്ങളിലാണ് VK പ്രശാന്തും K മുരളീധരനും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ആക്രമണം, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേരായിട്ടുള്ള ഒരു ആക്രമണം ശ്രീലേഖയ്ക്ക് നേരെ നടത്തുവാൻ ഇരുവരെയും കൊണ്ട് സാധിക്കില്ല. അവരുടെ പ്രതിച്ഛായകൾ തന്നെ മങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയുമാണ്. അതുകൊണ്ട് തന്നെ ശ്രീലേഖയ്ക്ക് അത്ര പക്വത പോരാ, രാഷ്ട്രീയ പരിചയമില്ല. അതുകൊണ്ട് എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നറിയില്ല. ആലോചിച്ച് നോക്കുക, റാങ്കോടുകൂടി IPS പാസ്സായി അല്ലെങ്കിൽ മുൻപ് പഠിച്ച എല്ലാ
ഡിഗ്രിയോ എന്തുമായിക്കോട്ടെ അതിലെല്ലാം ഉന്നത വിജയം നേടി കേരള പോലീസിൽ ദീർഘകാലം സർവീസിൽ ഒരു കളങ്കവുമില്ലാതെ ഏൽപ്പിച്ച ചുമതലകളെല്ലാം സമർത്ഥമായി ചെയ്ത് പൂർത്തിയാക്കിയ ഒരു വ്യക്തിയാണ് ആർ ശ്രീലേഖ. അതിൽ കൂടുതൽ എന്ത് ഭരണ പരിചയമാണ് അവർക്ക് വേണ്ടതെന്നറിയില്ല. രാഷ്ട്രീയ പരിചയം ഇവരെ പോലെ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വ്യാജ പ്രചരണങ്ങൾ ഉന്നയിക്കുവാനുള്ള ഒരു പരിചയം തനിക്കില്ല എന്ന് ആർ ശ്രീലേഖ തന്നെ പലപ്പോഴായി തുറന്ന് സമ്മതിച്ചിട്ടുള്ളതാണ്. അതാണൊരു കുറവെങ്കിൽ ആ ഒരു കുറവ് അവർക്കുണ്ട് തന്നെയാണ്, ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇതാണ് പൊതുവേ ഉള്ളൊരു രീതി. ഇനി ആറന്മുളയിലേക്ക് എടുത്ത് കണ്ണോടിച്ചു കഴിഞ്ഞാൽ അവിടെ ശ്രീ കുമ്മനം രാജശേഖരൻ വൻതോതിലുള്ള മുന്നേറ്റം വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് സഭയുടെ സ്ഥാനാർത്ഥികളായ ഇവർ രണ്ടുപേരും നമ്മുടെ സ്ഥാനാർത്ഥികളാണ്, ഇവരിൽ ആരെങ്കിലും ആയിരിക്കണം ജയിക്കേണ്ടത് എന്നുള്ള തരത്തിൽ ഇവർ മാത്രമേ മത്സരിക്കുന്നുള്ളൂ, കുമ്മനം രാജശേഖരൻ ചിത്രത്തിലേ ഇല്ല എന്ന് ഒരു പ്രതീതി സൃഷ്ടിക്കുവാനുള്ള ഒരു ശ്രമം ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നാണ് മാധ്യമപ്രവർത്തകർ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വേദികളിലും ഇരുവരെയും മാത്രം വിളിക്കുക, മൂന്നാമതൊരു സ്ഥാനാർത്ഥിയെ ക്ഷണിക്കാതിരിക്കുക, ഇത്തരത്തിലുള്ളൊരു പ്രഹസന നാടകങ്ങൾ ആറന്മുളയിലും അരങ്ങേറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, തെക്കോട്ടും വടക്കോട്ടും പല രീതിയിലുള്ള ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാകുന്നുണ്ട്. തെക്കോട്ട് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്, ഇത്തരത്തിലുള്ള പ്രഹസന നാടകങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത് ആറന്മുളയിലാണെങ്കിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടിയിട്ട് LDF ആണ്. ഇവിടെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ വട്ടിയൂർക്കാവിൽ ശ്രീലേഖയ്ക്ക് നേരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പ്രധാനമായി LDF ക്യാമ്പിലുള്ള ആളുകളാണ്. അതും SFI പ്രവർത്തകരെ ഉപയോഗിച്ച് വരെ ആരോപണങ്ങൾ പലതും ഉന്നയിക്കുവാൻ അവർ ശ്രമിക്കുന്നുണ്ട്. നേമത്ത് അപരന്മാരെ നിർത്തിയിട്ടുള്ള കളിയും LDF ആണ് കളിക്കുന്നത്, വി ശിവൻകുട്ടിയാണ് കളിക്കുന്നതെന്നുള്ള ആരോപണം രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ തെക്കോട്ടിങ്ങനെ വടക്കോട്ടുള്ള കാര്യം കുറച്ചും കൂടി രസകരവും അതോടൊപ്പം തന്നെ കേരളത്തെ ഒരു സംസ്ഥാനമായോ സമൂഹമായോ നാം ഒന്ന് നോക്കിക്കാണുമ്പോൾ അപകടകരവുമാണ്. രസകരമെന്നുള്ളത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള വാർത്തകൾ പ്രക്ഷേപണം ചെയ്യാൻ രസകരമാണ്, പക്ഷേ കേരളം സംസ്ഥാനത്തെ സംബന്ധിച്ച് അപകടകരമായ നീക്കങ്ങളാണ് വടക്കോട്ട് നടക്കുന്നത്, തീർത്തും വർഗീയപരമായിട്ടുള്ള നീക്കങ്ങൾ. അതെന്താണ് എന്നുള്ളത് ഈ സമീപ ദിവസങ്ങളിൽ തന്നെ നാം എല്ലാവരും കണ്ടതാണ്. SDPIയുടെ സ്ഥാനാർത്ഥി നിൽക്കുന്നു, പിൻവാങ്ങുന്നു, എല്ലാവരും കൂടി ഒന്നാകുന്നു. രാജമാണിക്യത്തിൽ പറഞ്ഞ പോലെ എല്ലാവരും കൂടി ജായിൻ്റ് ആയ സ്ഥിതിക്ക് ഇനി ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോയി എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് LDF, UDF, PDP, SDPI ഇവരെല്ലാവരും കൂടി ഒന്നായി K. സുരേന്ദ്രനെ എതിർക്കുന്നു. ഇതെല്ലാം നാം തന്നെ നമ്മുടെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കാര്യങ്ങളാണ്, കാതിലൂടെ കേട്ടറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം കേരളത്തിൽ പരക്കെ നിലനിൽക്കുന്നത് കൊണ്ടാണ് അനുദിനം NDAയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചൊരു ഭയം LDF, UDF മുന്നണികളുടെ ഉള്ളിൽ വളർന്നു വരുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.